ചോറിൻ്റെ കൂടെ സൈഡിൽ ഒരു പപ്പടം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചോറ് കഴിക്കാൻ ഇഷ്ടമായിരിക്കും. എന്നാൽ കറികളൊന്നും ഇല്ലാതെ വെറും ചോറും പപ്പടവും മാത്രം നമുക്ക് കഴിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. എന്നാലേ മടി പിടിച്ചിരിക്കുന്ന സമയത്ത് വേറെ കറികളൊന്നും ഉണ്ടാക്കാൻ വയ്യാത്തപ്പോഴൊക്കെ പപ്പടം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ പപ്പടം ഒന്നങ്ങ് പൊരിച്ച് മാറ്റി വെച്ചോളെ. എന്നിട്ട് 4 വറ്റൽമുളകും ഇതുപോലെ ഒന്നങ്ങ് വഴറ്റി മാറ്റി വെക്കാം. ഇനി ഒരു സവാളയുടെ പകുതിയും 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു തണ്ട് കറിവേപ്പില, കുറച്ച് പുളി, ഇവയും നല്ലോണം ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ചെറിയ തേങ്ങയും ഇട്ട് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പും. എന്നിട്ട് നമ്മൾ പൊരിച്ചെടുത്ത പപ്പടം ഉണ്ടല്ലോ, ഞാനിപ്പോൾ 3 പപ്പടം എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്നങ്ങ് ക്രഷ് ചെയ്ത് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഇത് നന്നായിട്ടൊന്നങ്ങ് അരച്ചെടുക്കുക. ഇതുപോലെ. ഇനി ഇതിലേക്ക് കുറച്ച് നല്ല വെളിച്ചെണ്ണയും ചേർത്ത് നല്ലോണം ഒന്നങ്ങ് മിക്സ് ചെയ്ത് ചൂട് ചോറിൻ്റെ കൂടെ കൂട്ടി കുഴച്ചൊന്ന് കഴിച്ച് നോക്കിയേ. എന്തിനാ വേറെ കറിയും കാര്യങ്ങളൊക്കെ, ഇത് മാത്രം മതി കേട്ടാ ചോറ് കഴിക്കാൻ. ഇനിയേ ചോറിൻ്റെ കൂടെ വെറും പപ്പടം പൊരിച്ച് കഴിക്കണോ അല്ലെങ്കിൽ ഈ ഒരു പപ്പട ചമ്മന്തി ഉണ്ടാക്കി